ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നുള്ള മമ്മൂക്കയുടെ പ്രസിദ്ധമായ ഡയലോഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പുതിയ ചാനൽ ആരംഭിക്കുകയാണ് ഗായ്സ്. ഇതെൻ്റെ പുതിയ ചാനലാണ്. എൻ്റെ പഴയ ചാനൽ അന്നഗാസ് ചാനൽ അടിച്ചു പോയി മക്കളെ, പറയാതിരിക്കാൻ വയ്യ. കോപ്പിറൈറ്റ് വന്നു, അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ 95% അടിച്ചു പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു 5% കിട്ടാനുള്ള സാധ്യതയുള്ളൂ. കാരണം 90ാമത്തെ ബിഗ് ബോസിൻ്റെ ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് ഒരുപാടൊന്നുമില്ല, 560-600 വീഡിയോസിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. 4 വർഷമായി ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം ഞാനിത് പറയാനുള്ള കാരണം, ഇനി ഉള്ളവർ കൂടി ചാനൽ പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് ഇപ്പം ചെറുതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വലിയ ഹൈ ആയിട്ടുള്ള ചാനലാണ്, നമ്മളെപ്പോലെ വളരെ കുഞ്ഞു ചാനലുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും കൂടി പറയുകയാണ്. നമ്മളെ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലും കണ്ടന്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒന്നിലും നമ്മുടെ മുഖമെങ്കിലും അതിനകത്ത് ഉണ്ടാവണം കേട്ടോ. നമ്മൾ നമ്മുടെ സൈഡിൽ നമ്മുടെ മുഖം കാണിച്ചുകൊണ്ടൊക്കെ മാത്രമേ വീഡിയോസ് ഇടാവുള്ളൂ. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു 90ാമത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഞാൻ അതിന് ചെറുതായിട്ട് 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടു. പക്ഷെ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചില്ല. എൻ്റെ ചിലതിനൊക്കെ എൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 5-6 വീഡിയോ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അവർ കോപ്പിറൈറ്റ് തന്നു എനിക്ക്, സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അവർ കോപ്പിറൈറ്റ് തന്നിട്ട് എൻ്റെ ചാനൽ ഒരു ദിവസം വെറും 24 hours പോലും ആയിട്ടില്ലായിരുന്നു എൻ്റെ ചാനൽ. അവർ പറഞ്ഞു പിന്നെ നിങ്ങളുടെ ചാനൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചാനൽ പോകാൻ പോവാണെന്ന് പറഞ്ഞു. നമ്മുടെ ബിഗ് ബോസിൻ്റെ 90ാമത്തെ എപ്പിസോഡാണ് ഞാൻ ഇട്ടത്. അതിൽ നിന്നാണ് കുറച്ച് എടുത്തിട്ടത്. അതിന് മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് ഇട്ട് അതെല്ലാം നമ്മൾ റിവ്യൂ പോലെ ഇട്ടതാണ്. അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയില്ല. എനിക്ക് 250K 230K ഒക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രശ്നം പറ്റിയില്ല. അപ്പം പക്ഷേ ഞാനിത് ലാസ്റ്റ് മൊമെൻറ്റിൽ അങ്ങനെ ഇട്ടത് വളരെ ബുദ്ധിയില്ലാതെ ഭയങ്കര എന്താ പറയുക, ചിന്തിക്കാതെ ചെയ്തത് കൊണ്ട് സംഭവിച്ചു പോയ വലിയ ഒരു തെറ്റിന് ചെറിയൊരു തെറ്റിന് വലിയൊരു പിഴയാണ് കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് 7 ദിവസത്തിനകം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച പിന്നെ ഊണിൻ്റെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു, അതുകൂടി അവരെടുത്തിട്ട് കോപ്പിറൈറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ അതിൻ്റെ വെച്ചിട്ട് 2-3 വീഡിയോസ് വെച്ചിട്ട് കൗണ്ടർ നോട്ടിഫിക്കേഷൻ അയച്ചു, ഇമെയിൽ അയച്ചു. അങ്ങനെ അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആ കൗണ്ടർ നോട്ടിഫിക്കേഷൻ അയച്ചതിൻ്റെ 24 മണിക്കൂറിന് അവരെനിക്ക് മെയിൽ എൻ്റെ ഒരു ഒഫീഷ്യൽ മെയിൽ ID കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മെയിൽ IDയിലേക്ക് അവർ റിപ്ലൈ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 90 ദിവസത്തേക്ക് ടെർമിനേഷൻ ഹോൾഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. മറ്റവരുടെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം അതെൻ്റെ ഊണാണ്, അതിനകത്ത് യാതൊരു തരത്തിലുള്ള ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും അറിയത്തില്ല, ഇപ്പോൾ ചാനലൊന്നും കാണുന്നില്ല. എല്ലാം ഇമെയിൽ കൂടി മാത്രമാണ് അവരെ എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി ഒന്നും കൂടി റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ യൂട്യൂബിൻ്റെ എന്താ പറയുക ചാനലിൻ്റെ ഒരു മെയിൽ ID അത് മുഴുവൻ എടുത്തു കളഞ്ഞു. അതിലൊന്നും എനിക്കൊരു വീഡിയോസ് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന്. പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, എൻ്റെ IDയിലോ എൻ്റെ പേരിലോ ഒന്നും ഞാൻ ചാനൽ തുടങ്ങുന്നില്ല. കാരണം അവരിങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ, നമ്മൾ അസോസിയേറ്റഡ് ചാനൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരിലോ ഒന്നും നമ്മൾ ചാനൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഒരു അബദ്ധവും പറ്റാതെ നമ്മുടെ തന്നെ സ്വന്തം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ എല്ലാവരും വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇത് അറിയാം, എനിക്ക് വിവരക്കേടായിട്ടുള്ള എനിക്കിത് അറിയാതെ പോയതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് തന്നെ ഗൈസ്, അങ്ങനെ ചാനൽ അടിച്ചുപോയി എന്ന് തന്നെ പറയാം. 95% ചാനൽ അടിച്ചുപോയി, 5% മാത്രമേ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളൂ. ഞാൻ ഇനി സൺഡേ അടുത്ത് റിക്വസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ കൊടുത്തിട്ടില്ല, കാരണം ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ഇത് ചാനൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. എല്ലാ മെയിൽ ID ഹസ്ബൻഡിൻ്റെ പേരിൽ വെച്ചിട്ട് എല്ലാ മെയിൽ ID എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചാനൽ തുടങ്ങാം. അങ്ങനെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നുള്ള വീണ്ടും മമ്മൂക്കയുടെ പ്രസിദ്ധമായ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ വീണ്ടും തുടങ്ങുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, നമ്മളുടേതായിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ മീൻസ് നമ്മുടെ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും അവർക്ക് അറിയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇൻസ്പിറേഷൻസ്, പിന്നെ നമ്മളെ പോലുള്ള അത്യാവശ്യം പ്രായമുള്ള ഞാൻ കുറച്ച് കണ്ടാൽ തോന്നുന്നില്ലതുള്ളൂ, അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അപ്പം നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ്, നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ സൗന്ദര്യം പ്രധാനമല്ലേ. അപ്പം നമ്മുടെ സൗന്ദര്യമൊക്കെ എങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയുക, അങ്ങനെയുള്ള ബ്യൂട്ടി ടിപ്സുകൾ
പിന്നെ അതേ കണക്ക് മോട്ടിവേഷൻസ്, പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഇപ്പം ഫാമിലി കേസോ കാര്യങ്ങൾ, പ്രോപ്പർട്ടി കേസ്, ക്രിമിനൽ കേസ്, അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. കുറേ കാലമായിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഇതുവരെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ചാനൽ വഴി ലൈവ് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും 10 മുതൽ 11 വരെ എല്ലാ ദിവസവും ഞാൻ ലൈവ് ഉണ്ടാവും. കാരണം എനിക്ക് അപ്പോഴേ ഉള്ളൂ സമയം. സാധാരണ ഉള്ള ഒരുപാട് ആൾക്കാർ 10 മുതൽ 11 വരുന്നുണ്ട്. പക്ഷേ ഞാനും ആ സമയത്ത് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് ആ സമയത്തേ ഉള്ളൂ സമയം. കാരണം ഞാനൊരു വക്കീലാണ്. അപ്പോൾ നമ്മുടെ ജോലിയും പിന്നെ പഠിത്തം PhD ചെയ്യുവാണ്. പഠിത്തം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഇടയ്ക്കാണ്. പിന്നെ ആർട്ടിസ്റ്റും കൂടെ കുറച്ച് അത്യാവശ്യം ചെറിയ ചെറിയ മൂവീസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഡോക്യുമെൻ്ററി ഒരെണ്ണം കഴിഞ്ഞു, ഇപ്പം 2-3 മൂവി കഴിഞ്ഞു. അപ്പോൾ അതിലൊക്കെ അഭിനയിക്കുന്നത് കാരണം അപ്പോൾ നമ്മുടെ ഒരു ടൈം നോക്കിയിട്ട് ആ സമയത്തിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചാണ് ഞാൻ 10 മുതൽ 11 വരെ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാവരും 10 മുതൽ 11 വരെ എൻ്റെ ചാനൽ അമ്മൂസ് തോട്ടം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്, അറിയാലോ, നിങ്ങളിപ്പോൾ കണ്ടുകാണ്. അപ്പോൾ ആ ഒരു ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അപ്പം തന്നെ ആ മെസ്സേജസ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്പം തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ അടിച്ചുപോയി. അപ്പോൾ നമ്മൾ പുതിയ ചാനൽ തുടങ്ങുകയാണ്. എല്ലാ ഫ്രണ്ട്സും, ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫ്രണ്ട്സും, എൻ്റെ കൂടെ നിന്ന് എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ തന്നെ വരണം, എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിയിട്ട് ഗൈസ്, അത് കണക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഓൾ സബ്സ്ക്രിപ്ഷൻ ആ ബട്ടൺ ഒന്നും കൂടി, ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഞെക്കിയണേ, ആ ഞെക്കി പൊട്ടിച്ചേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനും ഒരു പുതിയ തുടക്കം ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങും ഗായ്സ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം ഗായ്സ്. അപ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. കിടന്ന് ചിരിക്കുന്നെങ്കിലും എനിക്ക് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ട്. ഞാനിത് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ബീച്ച് വന്നിരുന്നാണ് ഗായ്സ് സംസാരിക്കുന്നത്. കാരണം ആകെപ്പെടെ ടെൻഷൻ, വീട്ടിലിരിക്കാൻ വയ്യ. എൻ്റെ ചാനൽ അടിച്ചു പോകുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ ചാനൽ അടിച്ചു പോയതിൻ്റെ സങ്കടത്തിൽ ഞാനിപ്പം ശംഖുമുഖത്ത് ബീച്ചിലാണ് ഗായ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാനത് എന്താണ് ഇപ്പോൾ ഭയങ്കര മഴയുടെ ഒരവസ്ഥയാണ്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അവിടെ ചിക്കൻ രണ്ടൊന്ന് പിള്ളേരൊക്കെ പോകണം. അപ്പം ഞാനിവിടെ ശംഖുമുഖം ബീച്ചിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ ഇനി പുതിയ ചാനലൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം. മോട്ടിവേഷൻ സംസാരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ സംസാരിക്കണം. കുഞ്ഞുങ്ങൾ മീൻസ് പൊടിക്കുട്ടികളല്ല, ഒരു 10 വയസ്സ് കഴിഞ്ഞുള്ള കൊച്ചുങ്ങൾ, വീഡിയോ യൂട്യൂബൊക്കെ കണ്ടാൽ മതി. അങ്ങനെയുള്ള കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങളെല്ലാം എന്നോട് ചോദിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ബൈ, ടേക്ക് കെയർ.